നമസ്കാരം, റിവ്യൂ മാസ്റ്ററിന്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വിജയ് എന്ന നടൻ തമിഴ്നാട്ടിൽ മാത്രമല്ല ഒരു ഗ്ലോബലി തിളങ്ങി നിൽക്കുന്ന വേൾഡ് വൈഡ് ഫാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ഫാൻസ്, എനിക്ക് തോന്നുന്നു രജനീകാന്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടന്മാരിൽ ഒരാളാണ് വിജയ്. അതിനകത്ത് സംശയമില്ല. ഇളയ ദളപതിയാണ്. ഇളയ ദളപതി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ FD ഫസ്റ്റ് ഡേ ഒരു രക്ഷയില്ലാതെ ഇനീഷ്യൽ കളക്ഷനും ഗംഭീര അഭിപ്രായം കിട്ടുകഴിഞ്ഞാൽ സർവ്വകാല റെക്കോർഡ് ഇട്ടുകൊണ്ട് പോകുന്ന, കാശ് വാരിക്കൊണ്ട് കേരളത്തിൽ നിന്ന് വരെ പോകുന്നൊരു നടനാണ് വിജയ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫാൻസ് ഉള്ള ഒരു തമിഴ് നടൻ എനിക്ക് തോന്നുന്നു വിജയ് തന്നെ ആയിരിക്കും. അതിനകത്ത് സംശയം വേണ്ട. അത് കളക്ഷൻ അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇദ്ദേഹം ഏറ്റവും പുത്തനായിട്ടൊരു വാർത്ത കുറേ നാളുകളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം വിജയ് സ്വന്തമായി പാർട്ടി രൂപീകരിച്ചതിലോട്ട് മാറുന്നെന്ന്. ഇപ്പം ഏറ്റവും പുത്തൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എത്രയും പെട്ടെന്ന് പുത്തൻ പാർട്ടി രജിസ്റ്റർ ചെയ്യുകയാണ്. വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന പാർട്ടി രജിസ്റ്റർ ചെയ്ത് ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. പലപ്പോഴും അദ്ദേഹം ഈ രാഷ്ട്രീയ സൂചനകൾ വിജയ് നൽകുന്നുണ്ടായിരുന്നു. പലപ്പോഴുമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴുമായിട്ട് സഹായ കാര്യങ്ങളൊക്കെ അത് തമിഴിലെ എല്ലാ സ്റ്റാർസും ചെയ്യുന്നതാണെങ്കിൽ പോലും വിജയ് പ്രസംഗിക്കുമ്പോഴുമൊക്കെ പല കോഴ്സും വളരെ ശ്രദ്ധേയമാണ്, രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന സൂചന നൽകുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായി എത്രയും പെട്ടെന്ന്, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ എനിക്ക് തോന്നുന്നു April 16 നിശ്ചയിച്ചിരിക്കുന്നു. ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയുടെ പാർട്ടി മത്സരിക്കുന്നു. വിജയ് മക്കൾ ഏകം എന്ന പാർട്ടി അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അന്നേരം വിജയ് ഇപ്പം മത്സരിക്കാൻ തയ്യാറല്ലെന്നാണ് ഇപ്പോഴുള്ള തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച്. ഇപ്പോൾ ഈ പാർലമെൻ്ററി ഇലക്ഷൻ മത്സരിക്കാൻ തയ്യാറല്ല. എന്നാൽ 2026 തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉറപ്പായും മത്സരിക്കുമെന്നാണ്. കാരണം അവിടുത്തെ രാഷ്ട്രീയം വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്. നമുക്കറിയാം DMKയും അണ്ണാ DMKയും ഒക്കെ മത്സരിക്കുന്ന, പൊതുവേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല തമിഴ്നാട്ടിൽ. അവിടെ ഇപ്പം DMK ആണ് ഭരിക്കുന്ന. അണ്ണാ DMK ഇച്ചിരി സ്ട്രോങ് അല്ല. കാരണം അവരിൽ തമ്മിൽ ഒരുപാട് ഭിന്നതയുണ്ട്. BJP ആയിട്ട് അവർ മാറി. അങ്ങനെ ഒരു മൂന്നാം ശക്തിയാകാനാണ് വിജയ് അവിടെ ശ്രമിക്കുന്നത്. ഈ അണ്ണാ DMK എത്രമാത്രം ചോർച്ച ഉണ്ടാകുന്നു അതെല്ലാം വോട്ട് ബാങ്കായിട്ട് പിടിച്ചെടുക്കാൻ വിജയ് ഒരു ഭരണ നേതാവാകാനും താല്പര്യപ്പെടാവുന്ന രീതിയിലാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് ആസൂത്രിതമായ പല കാര്യങ്ങളും വിജയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ വേറൊരു സംസ്ഥാനത്ത് കാണാത്ത പോലെ വേറൊരു കാര്യമുണ്ട്. സിനിമയും രാഷ്ട്രീയവും അവിടെ ഇഴുകിച്ചേർന്ന ഒരു ബന്ധമുള്ളതാണ്. കാരണം നമുക്കറിയാം MGR ഗംഭീരമായ സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായ ആളാണ്. ജയലളിത, വിജയകാന്ത് പോലും, അങ്ങനെ ഒരുപാട് പേര് വിജയിച്ചവരാണ്. കൂടുതൽ പേര് വിജയകാന്ത് പോലും വിജയിച്ച ഒരാളാണ്. അന്നേരം വിജയ്ക്ക് അവിടെ ഇത്രയും ഫാൻസ് ഉള്ളതുകൊണ്ട് എല്ലാ ഫാൻസും, നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എല്ലാ ഫാൻസുകാരും വോട്ട് ബാങ്ക് ആകത്തില്ല. പക്ഷെ അവിടെ ഫാൻസുകാരെല്ലാം വോട്ട് ബാങ്കായി മാറും. അതാണ് ഇവർക്ക് കിട്ടുന്ന വലിയ പ്ലസ് പോയിന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ. അതുകൊണ്ടായിരിക്കും വിജയ് സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ സിനിമ ചിലപ്പം നിർത്തിയേക്കാം, ചിലപ്പം 1-2 കൊല്ലം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പം മത്സരിക്കുന്നില്ല. പിന്നെ ഉപതെരഞ്ഞെടുപ്പിലേ മത്സരിക്കുന്നുള്ളൂ 2026. എന്നാൽ അതുവരെയുള്ള സിനിമകൾ, കമ്മിറ്റ് ചെയ്ത സിനിമകളൊക്കെ അദ്ദേഹം അഭിനയിച്ചേക്കാം. അതിനുശേഷം ചിലപ്പോൾ അദ്ദേഹം സിനിമ പൂർണ്ണമായിട്ടും വെടിഞ്ഞ്, അതായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സിനിമ വെടിഞ്ഞതിന് ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ മാത്രം ശോഭിക്കുന്നതായിരിക്കും. അത് ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന, അല്ലെ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരുപാട് പേർക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ്. കാരണം വിജയ് എന്ന രാഷ്ട്രീയക്കാരനെക്കാട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വിജയ് എന്ന സിനിമാക്കാരനെയാണ്, വിജയ് എന്ന നടനെയാണ്. വിജയുടെ ഡാൻസും ആക്ഷനും ഒരു ത്രസിപ്പിക്കുന്ന, കോരിത്തെരിപ്പിക്കുന്ന, പൂരപ്പറമ്പ് തിയേറ്ററിൽ പൂരപ്പറമ്പാക്കുന്ന ഒരു വിജയാണ് നമുക്കിഷ്ടം. ആ വിജയ് രാഷ്ട്രീയക്കാരനാകുമ്പോൾ ശോഭിക്കുമായിരിക്കാം, ശോഭിക്കാതിരിക്കാം, അതൊക്കെ പിന്നീടുള്ള കാര്യം. എന്തായാലും അദ്ദേഹം പുത്തൻ പാർട്ടി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അന്നേരം ഇനി വിജയെ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ആകട്ടെ, ഇളയ ദളപതി തകർക്കട്ടെ, ഒപ്പം സിനിമകളൂടെ ചെയ്താൽ നല്ല കാര്യം. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കുക, പരിഗണിക്കുക. പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.